ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് രസം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് രസം വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പ് വേവിച്ചെടുക്കുന്നതിന് 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. കഴുകി വൃത്തിയാക്കി എടുത്ത പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി എടുത്ത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 വറ്റൽമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളിയുടെ തൊലി കളയേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ടൈപ്പിൽ അരച്ചെടുത്താൽ മതിയാകും. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി എടുത്ത് പിഴിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 3 ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പുളിയുടെ അളവ് കുറച്ച് ടൊമാറ്റോ കൂട്ടി രസം തയ്യാറാക്കുന്നതായിരിക്കും രസത്തിന് നല്ലൊരു ടേസ്റ്റ് നൽകുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കുക. ടൊമാറ്റോ കൈകൊണ്ട് ഇതുപോലെ ഞെരടിയെടുത്തതിന് ശേഷം ടൊമാറ്റോയുടെ കൊത്ത് നമുക്ക് ഇങ്ങെടുത്ത് മാറ്റാം. ടൊമാറ്റോയുടെ കൊത്ത് പിഴിഞ്ഞിങ്ങ് മാറ്റാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 പിടി മല്ലിയില. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. മല്ലിയിലയും കരിവേപ്പിലയും ഇതുപോലെ ഞെരടി ചേർത്ത് കൊടുക്കുക. മല്ലിയില ഇടുമ്പോൾ തണ്ടോട് കൂടി ഇടുക, അതായിരിക്കും രസത്തിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. മസാല അരച്ച മിക്സിയുടെ ജാറ് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേവിച്ചെടുത്ത പരിപ്പ് ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കായം. രസത്തിന് മെയിനായിട്ട് വേണ്ടത് കായമാണ്. ഇത് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. രസം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ സവാള അരിഞ്ഞിട്ട് രസം ഒന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതിനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പുളിയും ടൊമാറ്റോയും ചേർത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാടങ്ങ് തിളച്ച് പോകേണ്ട ആവശ്യമില്ല.
രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.